ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജെയിൻ എയറിൻ്റെ ഒരു സമ്മറിയാണ്. ജെയിൻ എയർ ഷാർലറ്റ് ബ്രാൻഡോ എഴുതിയ ഒരു നോവലാണ്. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് സമ്മറിയിലേക്ക് പോകാം. നമ്മൾ മലയാളത്തിലാണ് പറയുന്നത്. ഈ ഇംഗ്ലീഷിൽ എഴുതി വെച്ചൊക്കെ നോട്ടും അതിൻ്റെ മലയാളമാണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് സമ്മറിയിലേക്ക് പോകാം. ജെയിൻ എയർ ഈസ് എ യങ് ഓർഫൺ ബീങ് റേസ്ഡ് ബൈ മിസ് റീഡ്, ഹെർ ക്രൂവൽ വെൽത്ത് ആൻഡ്. അപ്പം ജെയിൻ എയർ എന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിരുന്നുള്ള ഓർഫണാണ്. അവൾ വളർന്നു വന്നതൊക്കെ അവളുടെ ക്രൂവലായ അതുപോലെ തന്നെ വെൽത്തിയുമായ അവളുടെ ആൻറ്റിയുടെ കൂടെയാണ്. A servant named Bessie provides Jane with some of the few kindness she receives. അപ്പോൾ അവളുടെ ഒരു ആൻറ്റിയുടെ വീട്ടിലുള്ള ഒരു സെർവൻ്റായ ബെസ്സി, ഈ നെയിമൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബെസ്സിയാണ് അവളുടെ അടുത്ത് ഇത്ര കൈൻഡ്നെസ് ഒക്കെ കാണിച്ചതൊക്കെ. അവൾക്ക് ആകെ കൈൻഡ്നെസ് ഇത്ര കിട്ടുന്നതൊക്കെ അവളുടെ ആൻറ്റിയുടെ അടുത്ത് നിന്നതാണ്. അപ്പോൾ ഈ ബെസ്സി ഇവൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ അവൾക്ക് കവിതകൾ ചൊല്ലിക്കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. വൺ ഡേ ആസ് പണിഷ്മെൻറ്റ് ഫോർ ഫൈറ്റിംഗ് വിത്ത് ഹെർ ബുള്ളിയിങ് കസിൻ ജോൺ റീഡ്. അപ്പോൾ ഒരു ദിവസം ഇവളുടെ ബുള്ളിയിങ് കസിനായ ജോൺ റീഡുമായിട്ട് ഇവൾ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവളുടെ ബുള്ളിയിങ് കസിൻ ജോൺ റീഡിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും ജെയിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് ജോൺ റീഡ്. ജെയിന് എപ്പോഴും അത് ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇവനിങ്ങനെ ബുള്ളി ചെയ്തതിൻ്റെ പേരിൽ ഇവളെ പ്രകോപിപ്പിച്ചപ്പോൾ പ്രൊവോക്ക് ചെയ്തപ്പോൾ ഇവൾ തിരിച്ചും അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഈ ഫൈറ്റ് കണ്ടു വന്ന ഇവളുടെ ആൻറ്റി ജെയിനെ റെഡ് റൂമിനകത്ത് ഇംപ്രിസൺ ചെയ്തു. അപ്പോൾ ഈ റെഡ് റൂം ഒരുപാട് കാര്യങ്ങളെപ്പറ്റി സിംബലൈസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവളുടെ അങ്കിളായ ജെയിൻസ് അങ്കിൾ റീഡ് മരിച്ചു പോയ ഒരു റൂമും കൂടിയാണ് റെഡ് റൂം. എല്ലാത്തിലും ഉപരി ഈ റെഡ് റൂമിനെ കൂടുതലായിട്ട് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ ഈ റെഡ് റൂമിനെ ഉദ്ദേശിക്കുന്നത് ഇവളുടെ ഭയത്തിനെയും അതുപോലെ ഇവളുടെ കരുതൽ കിട്ടണം, അല്ലെങ്കിൽ ഇവൾക്ക് ഇത്ര കെയർ കിട്ടണമെന്നുള്ള ആഗ്രഹത്തെയും ഈ ആഗ്രഹമൊക്കെയാണ് റെഡ് റൂമിൽ എന്ന് സിംബലൈസ് ചെയ്യുന്നത്. വൈൽ ലോക്ക്ഡ് ഇൻ, ജെയിൻ ബിലീവിങ് ദാറ്റ് ഷീ സീസ് ഹെർ അങ്കിൾസ് ഗോസ്റ്റ്. അപ്പോൾ ആ മുറിക്കകത്ത് ആയിരിക്കുമ്പോൾ തന്നെ ഇവളുടെ അങ്കിളിൻ്റെ പ്രേതത്തെ കണ്ടതായിട്ട് അവൾക്ക് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞ് ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ഷീ വേക്സ് ടു ഫൈൻഡ് ഹെർസെൽഫ് ഇൻ ദ കെയർ ഓഫ് ബെസ്സി ആൻഡ് ദ കൈൻഡ്ലി അപ്പോത്തിക്കറി മിസ്റ്റർ ലോയിഡ്, ഹു സജസ്റ്റ് ടു മിസ് റീഡ് ദാറ്റ് ജെയിൻ ബി സെൻഡ് അവേ ടു സ്കൂൾ. ടു ജെയിൻസ് ഡിലൈറ്റ് മിസ് റീഡ് കോൺഗേറ്റ്സ്. അപ്പം ഇങ്ങനൊരു പ്രശ്നമൊക്കെ ഉണ്ടായപ്പം ഇവരുടെ വീട്ടിലേക്ക് അവിടുത്തെ ഒരു അപ്പോത്തിക്കരി, ഒരു ഡോക്ടറായിട്ടുള്ള മിസ്റ്റർ ലോയിഡ് വരുന്നു. അവരാണ് ഇവരുടെ ഡോക്ടർ. അപ്പം ജെയിനോട് അയാൾക്ക് സഹതാപമൊക്കെ തോന്നുന്നു. അപ്പോൾ അയാൾ മിസ്സസ് റീഡിനോട് പറയുന്നു ജെയിനെ ഒരു സ്കൂളിലേക്ക് അയക്കാൻ. അപ്പം ജെയിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ജെയിനെ സന്തോഷപ്പെടുത്തിക്കൊണ്ട് മിസ്സസ് റീഡ് ഇത് സമ്മതിക്കുന്നു. വൺസ് അറ്റ് ദ ലോവിഡ് സ്കൂൾ, ജെയിൻ ഫൈൻഡ്സ് ദാറ്റ് ഹെർ ലൈഫ് ഈസ് ഫാർ ഫ്രം ഐഡലിക്. ദ സ്കൂൾസ് ഹെഡ് മാസ്റ്റർ ഈസ് മിസ്റ്റർ ബ്രോക്കിൾഹെസ്റ്റ്, എ ക്രൂവൽ, ഹിപ്പോക്രിറ്റിക്കൽ ആൻഡ് അബ്യൂസീവ് മാൻ. അപ്പോൾ അവളെ സ്കൂളിലേക്ക് വിടുന്നു. ലോവിഡ് സ്കൂൾ എന്നാണ് സ്കൂളിൻ്റെ പേര്. ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായ മിസ്റ്റർ ബ്രോക്കിൾഹെസ്റ്റ് ഒരു ക്രൂവലും ഹിപ്പോക്രിറ്റിക്കലും ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ ഒരു അബ്യൂസീവ് മാനുമായിരുന്നു. അപ്പോൾ ഇയാൾ ഇവിടുത്തെ വലിയ ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരികയും വലിയ തത്വങ്ങളൊക്കെ പറയുകയും പോവർട്ടിയെ പറ്റിയും പ്രൈവേഷനെ പറ്റിയൊക്കെ പറയുകയും, പക്ഷേ കുട്ടികളുടെ അടുത്ത് ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യും, ഒരുപാട് അവരെ ചൂഷണം ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു അയാൾ. അയാൾ അവിടെ കിട്ടുന്ന ഫണ്ടൊക്കെ അയാളുടെ ഫാമിലിക്ക് നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടാവാനായിട്ടൊക്കെ എടുക്കുന്ന ഒരാളായിരുന്നു. അറ്റ് ലോവുഡ്, ജെയിൻ ബീഫ്രണ്ട്സ് എ യങ് ഗേൾ നെയ്മഡ് ഹെലൻ ബെയിൻസ്. അപ്പം ജെയിൻ ലോവുഡിൽ വെച്ച് അവളുടെ സുഹൃത്തായി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു. ഹെലൻ ബെയിൻസ് എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അങ്ങനെ അവളുമായിട്ട് കൂട്ടാവുന്നു. അപ്പം ജെയിൻ ഈ ഹെലൻ ബെയിൻസിൽ കുറച്ച് നല്ല ക്വാളിറ്റീസ് കണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവളുടെ സ്ട്രോങ് മാറ്റർ ലൈക്ക് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് സ്കൂൾ മിസറീസ്. അപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടറായിരുന്നു അവൾക്ക്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെ ആരോടും ഒട്ടും പേടിയില്ലാത്ത നല്ല തൻ്റെടിയായിട്ടുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് സ്കൂളിൻ്റെ ഈ ശോചനീയാവസ്ഥയ്ക്കെതിരെ ഇവൾ ഒരുപാട് ശബ്ദം ഉയർത്തുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ അത് പലപ്പോഴും ജെയിനെ സഹായകരവുമായിരുന്നു. അതുപോലെ തന്നെ അവളെ പലപ്പോഴും മുഷിച്ചിലുളവാക്കുന്നതായിരുന്നു. എ മാസീവ് ടൈഫസ് എപ്പിഡമിക് സ്വീപ്സ് ലോവുഡ് ആൻഡ് ഹെലൻ ഡൈസ് ഓഫ് കൺസെപ്ഷൻ. പെട്ടെന്ന് തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ ഒരു ലോവുഡ് സ്കൂളിനെ ഒരു വലിയ ടൈഫോയിഡ് എപ്പിഡമിക് കയറി പിടിക്കുകയും അങ്ങനെ ടൈഫോയിഡ് ഉണ്ടായി ഹെലൻ മരിക്കുകയും ചെയ്യുന്നു. The epidemic also results in the departure of Mr. Brocklehurst by attracting attention to insalubrious conditions at Lowood. അപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു വളരെ ശോചനീയാവസ്ഥ ഉണ്ടാവുകയും ഫണ്ടുകളൊന്നും ആവശ്യത്തിനാകാതെ വരികയും അങ്ങനെയൊക്കെ വന്ന് മിസ്റ്റർ ബ്രോക്കിൾഹെസ്റ്റ് അവിടെ നിന്ന് വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സിമ്പതറ്റിക് ജെൻറ്റിൽമാൻസ് വരികയും അവർ ബ്രോക്കിൾഹെസ്റ്റിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയും എന്നിട്ട് പയ്യെ ജെയിൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവളുടെ പഠനം ഇവളവിടെ മൊത്തം ലോവുഡിൽ ടോട്ടൽ 8 years അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 6 വർഷം ഒരു സ്റ്റുഡൻ്റായിട്ടും 2 വർഷം ഒരു ടീച്ചറായിട്ടുമാണ് അവളവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം
2 വർഷത്തെ പഠിപ്പീര് കഴിഞ്ഞപ്പോൾ ജെയിന് ഒരു പുതിയ എക്സ്പീരിയൻസ് കിട്ടുന്നു. അങ്ങനെ അവൾ ഷീ ആക്സെപ്റ്റ്സ് എ ഗവർണസ് പൊസിഷൻ അറ്റ് എ മേനർ കോൾഡ് തോൺഫീൽഡ് എന്ന ഒരു മേനറിലെ ഒരു ഗവർണസിൻ്റെ പൊസിഷൻ അവൾ ഏറ്റെടുക്കുകയാണ്. വേർ ഷി ടീച്ചേഴ്സ് എ ലൈവ്ലി ഫ്രഞ്ച് ഗേൾ നെയ്മഡ് അഡീൽ എന്നു പേരുള്ള ഒരു ഫ്രഞ്ച് ഗേള്, പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റ് അല്ലായിരിക്കും, ഫ്രഞ്ച് നെയിമാണ് നിങ്ങൾക്കറിയാലോ. അപ്പം ആ ഒരു ഫ്രഞ്ച് ഗേളിനെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അവൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ദ ഡിസ്റ്റിങ്ഷ്ഡ് ഹൗസ് കീപ്പർ മിസ്സിസ് ഫെയർഫാക്സ് പ്രിസൈഡ്സ് ഓവർ ദ എസ്റ്റേറ്റ്. അപ്പം അവിടുത്തെ ഹൗസ് കീപ്പർ മിസ്സിസ് ഫെയർഫാക്സ് ആണ്. അവർ ഇവിടെ ആ എസ്റ്റേറ്റൊക്കെ കാണിക്കുകയും മറ്റൊക്കെ ചെയ്തു. ജെയിൻസ് എംപ്ലോയർ അറ്റ് തോൺഫീൽഡ് ഈസ് എ ഡാർക്ക് ഇമ്പാഷൻഡ് മാൻ നെയിംഡ് റോച്ചസ്റ്റർ എന്നുള്ള പേര് ഓർത്ത് വെക്കുക. അപ്പം റോച്ചസ്റ്റർ ആണ് ആ സ്ഥലത്തിൻ്റെ എംപ്ലോയർ, അവർക്ക് ജെയിൻ്റെ എംപ്ലോയർ. അപ്പം അയാളാണ് അതിൻ്റെ ഓണറൊക്കെ. അപ്പം അയാളെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡാർക്ക് ഇമ്പാഷൻഡ് മാൻ എന്ന്. വിത്ത് ഹും ജെയിൻ ഫൈൻഡ്സ് ഹെർസെൽഫ് ഫാളിങ് സീക്രറ്റ്ലി ഇൻ ലവ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു മനുഷ്യനുമായിട്ട് ജെയിൻ പയ്യെ പ്രണയത്തിലാവുന്നു. അയാൾ പോലും അറിയാതെ പ്രണയത്തിലാവുന്നു. ഷീ സേവ്സ് റോച്ചസ്റ്റർ ഫ്രം എ ഫയർ വൺ നൈറ്റ് വിച്ച് ഹി ക്ലെയിംസ് വാസ് സ്റ്റാർട്ടഡ് ബൈ എ ഡ്രങ്കൻ സെർവൻ നെയിംഡ് ഗ്രേസ് പൂൾ. അപ്പോൾ ഒരു ദിവസം ഉണ്ടായ തീപിടുത്തത്തിൽ നിന്ന് റോച്ചസ്റ്ററിനെ ജെയിൻ രക്ഷപ്പെടുത്തുന്നു. അപ്പം അവൾ ബൈ എ ഡ്രങ്കൻ സെർവൻ നെയിംഡ് ഗ്രേസ് പൂൾ. അപ്പോൾ അയാൾ പറയുന്നു അത് സംഭവിച്ചത് അവിടെ ഉണ്ടായിരുന്നൊരു ഡ്രങ്കൻ സെർവൻറ്റ്, ഗ്രേസ് പൂൾ എന്നു പേരുള്ള ഒരു ഡ്രങ്കൻ സെർവൻറ്റ് കാരണമാണ് ഈ ഫയർ ഉണ്ടായത് എന്ന് അവർ പറയുന്നു. അപ്പോൾ അന്ന് രാത്രി ആ ഫയർ ഉണ്ടാകുന്നതായിട്ട് അവൾക്കൊരു തോന്നലുണ്ടാവുകയും അങ്ങനെ അവൾ പോയി നോക്കുകയും ചെയ്യുമ്പോഴാണ് റോച്ചസ്റ്ററിൻ്റെ മുറി തീ ആളി കത്തുന്നതൊക്കെ അവൾ കാണുന്നതും. അങ്ങനെ അയാൾ റോച്ചസ്റ്ററിനെ പെട്ടെന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ആ ഫയർ കെടുത്തുകയും ചെയ്യുന്നു. വിച്ച് ഹി ക്ലെയിംസ് ബട്ട് ബിക്കോസ് ഗ്രേസ് പൂൾ കണ്ടിന്യൂസ് ടു വർക്ക് അറ്റ് തോൺഫീൽഡ്, ജെയിൻ കൺക്ലൂഡ്സ് ദാറ്റ് ഷീ ഹാസ് നോട്ട് ബീൻ ടോൾഡ് ദ എൻ്റയർ സ്റ്റോറി. അപ്പം വീണ്ടും ഗ്രേസ് പൂൾ അവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ജെയിന് മനസ്സിലാവുന്നു അവളോട് മൊത്തത്തിലുള്ള കഥ പറഞ്ഞിട്ടില്ല. കാരണം ദർ ഇസ് സംതിങ് മിസ്റ്ററി ആയിട്ട് എന്തോ ഉണ്ട്. അപ്പം അതുകൊണ്ടാണല്ലോ അയാളെ വീണ്ടും അവിടെ തന്നെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജെയിൻ സിങ്സ് ഇൻ ടു ഡെസ്പോണ്ടൻസി വെൻ റോച്ചസ്റ്റർ ബ്രിങ്സ് ഹോം എ ബ്യൂട്ടിഫുൾ ബട്ട് വിഷ്യസ് വുമൺ നെയ്മഡ് ബ്ലാൻഷെ ഇൻഗ്രാം എന്ന പേരുള്ള ഒരാളെ അങ്ങോട്ട് കൊണ്ടുവരുന്ന കണ്ടപ്പോഴത്തേക്കും ജെയിൻ വീണ്ടും ഒരുപാട് ദുഃഖിതയായി. കാരണം അവൾക്ക് അവളുടെ പ്രണയം നടന്നില്ല. ഇവളെ കൊണ്ടുവരികയും ചെയ്തു. ആൻഡ് ജെയിൻ എക്സ്പെക്ട്സ് റോച്ചസ്റ്റർ ടു പ്രൊപ്പോസ് ടു ബ്ലാൻഷെ. അപ്പം ജെയിൻ വിചാരിച്ചു റോച്ചസ്റ്റർ ബ്ലാൻഷെ പ്രൊപ്പോസ് ചെയ്യുമെന്ന്. പക്ഷേ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജെയിൻ്റെ അടുത്ത് തന്നെ റോച്ചസ്റ്റർ പ്രൊപ്പോസ് ചെയ്യുന്നു. എന്നിട്ട് അവളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് അധികം താമസിക്കാതെ തന്നെ കല്യാണ ദിവസം വരുന്നു. കല്യാണ ദിവസം വരുന്നു. ആൻഡ് ജെയിൻ ആൻഡ് മിസ്റ്റർ റോച്ചസ്റ്റർ പ്രിപ്പയർ ടു എക്സ്ചേഞ്ച് ദെയർ വോയ്സ്. ദ വോയ്സ് ഓഫ് മിസ്റ്റർ മേസൺ ക്രൈസ് ഔട്ട് ദാറ്റ് റോച്ചസ്റ്റർ ഓൾറെഡി ഹാസ് എ വൈഫ്. അപ്പോൾ കല്യാണ ദിവസം വന്നിട്ട് അവർ വോയ്സ് എക്സ്ചേഞ്ച് ചെയ്യേണ്ട സമയമായപ്പോഴത്തേക്കും മിസ്റ്റർ മേസൺ എന്ന ആളുടെ വോയ്സ് അവർ കേൾക്കുകയാണ്. അതായത് അയാൾ പറഞ്ഞ ഇങ്ങനെയാണ്, റോച്ചസ്റ്റർ ഓൾറെഡി ഹാസ് എ വൈഫ്. അപ്പോൾ അങ്ങനെ ഒരു വൈഫ് ഉണ്ടെന്ന് ഒരാൾ ക്ലെയിം ചെയ്താൽ ആ കല്യാണം അവിടെ വെച്ച് നിർത്തി വെക്കേണ്ടി വരും. അപ്പം അയാളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അയാൾ ഈ റോച്ചസ്റ്ററിൻ്റെ വൈഫായിട്ടുള്ള ബെർത്തയുടെ ബ്രദറാണ് എന്ന് പറഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം മിസ്റ്റർ മേസൺ ടെസ്റ്റിഫൈ ചെയ്തു ബെർത്തയെ റോച്ചസ്റ്റർ യങ് ആയിരുന്ന സമയത്ത് ജമൈക്ക വെച്ച് കല്യാണം കഴിച്ചാണ്. അവൾ ഇപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ട് അവനെ വേറെ കല്യാണം കഴിക്കാനായിട്ട് അനുവദിച്ചുകൂടാന്ന്. റോച്ചസ്റ്റർ ഇതിനെ തെറ്റാണ് അല്ലെങ്കിൽ ഇവൻ പറയുന്ന കള്ളമാണ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ബട്ട് ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് ബെർത്ത ഹാസ് ഗോൺ മാഡ്. ബെർത്തയ്ക്ക് ഭ്രാന്തി പിടിച്ചു പോയി എന്നുള്ള കാര്യം അവൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹി ടേക്സ് ദ വെഡ്ഡിംഗ് പാർട്ടി ബാക്ക് ടു തോൺഫീൽഡ് വെയർ ദേ വിറ്റ്നസ് ദ ഇൻസെയിൻ ബെർത്ത മേസൺ സ്കറിങ് അറൗണ്ട് ഓൺ ഓൾ ഫോർസ് ആൻഡ് ഗ്രോണിങ് ലൈക്ക് ആൻ ആനിമൽ. അപ്പോൾ അവർ തിരിച്ചു പോയപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ബെർത്ത മേസനാണ് കണ്ടത്. ബെർത്ത മേസൺ ആ വീട്ടിനകത്തേക്ക് ഒരു ഭ്രാന്തി പോലെ നടക്കുമായിരുന്നു. അത് പറയുന്ന പോലെ തന്നെ അവൾക്ക് ഭ്രാന്തുണ്ടായിരുന്നു. അപ്പം അവളെ അങ്ങനെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പം ബെർത്ത മേസനെ നമ്മൾ പറയുന്നത് മാഡ് വുമൺ ഇൻ ദ ആറ്റിക് എന്നാണ് പറയുന്നത്. ആറ്റിക് എന്ന് പറയുന്നത് തട്ടുംപുറമാണ്. തട്ടുംപുറത്തുള്ള മാഡ് വുമൺ എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്താണ് അവളെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും കൂട്ടിക്കൊണ്ട് ഹി ടേക്സ് ദ വെഡ്ഡിംഗ് പാർട്ടി ബാക്ക് ടു തോൺഫീൽഡ് ആൻഡ് ഇങ്ങനെ കാണുന്നു ഇവിടെ. റോച്ചസ്റ്റർ കീപ്സ് ബെർത്ത ഹിഡൻ ഓൺ ദ തേർഡ് സ്റ്റോറി ഓഫ് തോൺഫീൽഡ് ആൻഡ് പേസ് ഗ്രേസ് പൂൾ ടു കീപ് ഹിസ് വൈഫ് അണ്ടർ കൺട്രോൾ. ഇപ്പോൾ മനസ്സിലായല്ലോ ഗ്രേസ് പൂൾ ആരാന്ന്. റോച്ചസ്റ്റർ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതിൻ്റെ പേരിൽ ബെർത്തയെ ആ മുറിക്കകത്ത് പൂട്ടിയിടുകയും തേർഡ് സ്റ്റോറിയിൽ അവരുടെ വീടിൻ്റെ തേർഡ് സ്റ്റോറിയിൽ പൂട്ടിയിടുകയും എന്നിട്ട് ഗ്രേസ് പൂളിനെ അവളെ കൺട്രോളിൽ വെക്കണതിനായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബെർത്ത വാസ് ദ റിയൽ കോസ് ഓഫ് ദ മിസ്റ്റീരിയസ് ഫയർ ഏർലിയർ ഇൻ ദ സ്റ്റോറി. അപ്പോൾ മുംബൈയൊക്കെ ഉണ്ടായ തീപിടുത്തത്തിൻ്റെയൊക്കെ കാരണം ആരായിരുന്നു? ബെർത്തയായിരുന്നു. നോയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഹെർ ടു ബി വിത്ത് റോച്ചസ്റ്റർ. അപ്പം ഇനി അവൾക്ക് റോച്ചസ്റ്ററിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ ജെയിൻ
തോൺഫീൽഡ് വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പെന്നിലെസ് ആൻഡ് ഹംഗ്രി, ജെയിൻ ഈസ് ഫോഴ്സ്ഡ് ടു സ്ലീപ്പ് ഔട്ട്ഡോർസ് ആൻഡ് ബെഗ് ഫോർ ഫുഡ്. അപ്പോൾ കാശൊന്നും ഇല്ലാതെയും അതുപോലെ തന്നെ ഒരുപാട് വിഷമിച്ചും ഒരുപാട് വിശപ്പൊക്കെ വന്നും ജെയിന് വെളിയിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾ ഭക്ഷണത്തിനായി യാചിക്കുകയൊക്കെ ചെയ്യുന്നു. അറ്റ് ലാസ്റ്റ് 3 siblings who live in a manor, alternatively called Marsh and Moorhouse, take her in. Their names are Mary, Diana and St. John, pronounced as Sinjin. അപ്പോൾ ഈ 3 പേരും അവളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് റിവേഴ്സ് ആൻഡ് ജെയിൻ ക്വിക്ക്ലി ബിക്കംസ് ഫ്രണ്ട് വിത്ത് ദം. അപ്പോൾ പെട്ടെന്ന് തന്നെ അവരുമായിട്ട് സുഹൃത്താവുന്നു. സെയിൻറ്റ് ജോൺ ഈസ് എ ക്ലർജിമാൻ. സെയിൻറ്റ് ജോൺ ഒരു ക്ലർജിമാനാണ്, ഒരു പള്ളി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. ആൻഡ് ഹി ഫൈൻഡ്സ് ജെയിൻ എ ജോബ് ടീച്ചിങ് അറ്റ് എ ചാരിറ്റി സ്കൂൾ ഇൻ മോർട്ടൺ. മോർട്ടണിലുള്ളൊരു ചാരിറ്റി സ്കൂളിൽ പഠിപ്പിക്കാനായിട്ടൊരു ജോലി ശരിയാക്കി കൊടുക്കുന്നു. സെയിൻറ്റ് ജോൺ ജെയിന് മോർട്ടണിലുള്ള ഒരു ചാരിറ്റി സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ജോലി ശരിയാക്കി കൊടുക്കുന്നു. ഹി സർപ്രൈസസ് ഹെർ വൺ ഡേ by declaring that her uncle John Eyre has died and left her a large fortune. അപ്പോൾ അവൾക്ക് വേണ്ടി അവനൊരു ദിവസം സിഞ്ചിൻ ഒരു ദിവസം ഇവളുടെ അടുത്ത് നിന്ന് പറയുന്നു അവളുടെ അങ്കിളായിട്ടുള്ള ജോൺ എയർ മരിച്ചുപോയി, അയാൾ അവന് വേണ്ടി അവൾക്ക് വേണ്ടി ഒരു വലിയ ഫോർച്യൂൺ, ഒരു 20,000 പൗണ്ട് അവൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. When Jane asks how he received this news, he shocks her further by declaring that her uncle was also his uncle. അപ്പോൾ അവൾ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ആ ഞെട്ടിപ്പിക്കുന്ന സത്യം പറയുകയാണ്. അവൻ പറഞ്ഞു അവളുടെ അങ്കിള് അവൻ്റെ അങ്കിള് തന്നെയാണ് എന്ന് പറയുന്നു. ജെയിൻ ആൻഡ് ദ റിവേഴ്സസ് ആർ കസിൻസ്. അപ്പോൾ ജെയിനും ഈ റിവേഴ്സസ് എന്നുള്ള ആൾക്കാർ ഇവരും കസിനാണ്, റിവേഴ്സ് ഫാമിലിയുള്ള ആൾക്കാരും. ജെയിൻ ഇമ്മീഡിയറ്റ്ലി ഡിസൈഡ്സ് ടു ഷെയർ ഹെർ ഇൻഹെറിറ്റൻസ് ഈക്വലി വിത്ത് ഹെർ 3 ന്യൂ ഫൗണ്ട് റിലേറ്റീവ്സ്. അവളുടെ 3 സുഹൃത്തുക്കളുമായിട്ട് അവളുടെ സ്വത്തൊക്കെ പങ്കുവെക്കുകയാണ്. ഉടനെ തന്നെ അവൾക്ക് കിട്ടിയ സ്വത്ത് അവൾ പങ്കുവെക്കുന്നു. സെയിൻറ്റ് ജോൺ ഡിസൈഡ്സ് ടു ട്രാവൽ ടു ഇന്ത്യ ആസ് എ മിഷണറി. സെയിൻറ്റ് ജോൺ ഇന്ത്യയിലേക്കൊരു മിഷണറി ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആൻഡ് ഹി അർജസ് ജെയിൻ ടു അക്കമ്പനി ഹിം. അപ്പം ജെയിൻ അവനെ അക്കമ്പനി ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ നിർബന്ധിച്ചു. ആസ് ഹിസ് വൈഫ്, അവൻ്റെ ഭാര്യയായിട്ട് പറയാനാണ് അവൻ നിർബന്ധിച്ചത്. ജെയിൻ അഗ്രീസ് ടു ഗോ ടു ഇന്ത്യ ബട്ട് റെഫ്യൂസസ് ടു മാരി ഹെർ കസിൻ ബിക്കോസ് ഷീ ഡസ് നോട്ട് ലവ് ഹിം. അപ്പോൾ അവൾ ഇന്ത്യയിലേക്ക് വരാനായിട്ട് സമ്മതിച്ചു, പക്ഷേ അവനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല. കാരണം എന്താണ്, ഒന്നാമത്തെ കാര്യം അവൾക്ക് അവളുടെ കസിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അതുപോലെ തന്നെ അവനെ ലവ് ചെയ്യുന്നില്ല. സെയിൻറ്റ് ജോൺ പ്രഷേഴ്സ് ഹെർ ടു റീകൺസിഡർ. അപ്പം വീണ്ടും ആലോചിക്കാനായിട്ട് അവൾ നിർബന്ധിക്കുകയാണ്. ആൻഡ് ഷി നിയർലി ഗീവ്സ് ഇൻ. അവൾക്ക് ചെറിയൊരു അവൾ നിയർലി ഗീവ്സ് ഇൻ. ദെൻ ഹവർ ഷി റിയലൈസസ് ദാറ്റ് ഷീ cannot abandon forever the man she truly loves when one night she hears Rochester's voice calling her name over the moors. അപ്പം മൂർസിൻ്റെ അപ്പുറത്ത് നിന്നും അകലെ നിന്നും അവളെ വിളിച്ചായിട്ട് അവളുടെ റോച്ചസ്റ്ററിൻ്റെ സൗണ്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. അകലെ നിന്ന് അവളെ വിളിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. അങ്ങനെ അവൾ ആ ശബ്ദം കേട്ടിട്ട് തിരിച്ച് തോൺഫീൽഡിലേക്ക് ചെല്ലുന്നു. തോൺഫീൽഡിലേക്ക് ചെന്ന് അവൾ കണ്ടത് തോൺഫീൽഡിൻ്റെ ജെയിൻ ഇമ്മീഡിയറ്റ്ലി ഹറീസ് ബാക്ക് ടു തോൺഫീൽഡ് ആൻഡ് ഫൈൻഡ്സ് ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ ബേൺഡ് ടു ദ ഗ്രൗണ്ട് ബൈ ബെർത്ത മേസൺ. തിരിച്ച് ചെന്ന് അവൾ കാണുന്നത് ബെർത്ത മേസൺ അവിടെ എല്ലാം കത്തിച്ച് ഇട്ടതായിട്ടാണ് കാണുന്നത്. അവൾ ബെർത്ത മേസൺ ആ തോൺഫീൽഡ് മുഴുവൻ കത്തിച്ചു. അതിൻ്റെ പാർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ കാണാനുള്ളത്. റോച്ചസ്റ്റർ സേവ്ഡ് ദ സെർവൻറ്റ്സ് ബട്ട് ലോസ്റ്റ് ഹിസ് ഐസൈറ്റ് ആൻഡ് വൺ ഓഫ് ഹിസ് ഹാൻഡ്സ്. റോച്ചസ്റ്റർ സെർവൻസിനെയൊക്കെ സേവ് ചെയ്തു, പക്ഷേ അവൻ്റെ ഐസൈറ്റും ഒരു കൈയും പോയി. ജെയിൻ ട്രാവൽസ് ഓൺ ടു റോച്ചസ്റ്റേഴ്സ് ന്യൂ റെസിഡൻസ്. ഫെൻഡിയൻ എന്ന റോച്ചസ്റ്ററിൻ്റെ പുതിയ റെസിഡൻറ്റിലേക്ക് അവൾ ട്രാവൽ ചെയ്തു. വേർ ഹി ലീവ്സ് വിത്ത് 2 servants നെയ്മഡ് ജോൺ ആൻഡ് മേരി. ജോൺ, മേരി എന്നീ പേരുള്ള 2 സെർവൻസിനോട് അവൻ താമസിക്കുന്ന അവൻ്റെ പുതിയ വസതിയിലേക്ക് അവൾ ട്രാവൽ ചെയ്തു. അവിടെ വെച്ച് അവൾ അവനെ കാണുന്നു. അറ്റ് ഫെൻഡിയൻ, റോച്ചസ്റ്റർ ആൻഡ് ജെയിൻ റീബിൽഡ് ദെയർ റിലേഷൻഷിപ്പ് ആൻഡ് സൂൺ മാരി. അവിടെ വെച്ച് അവരുടെ ബന്ധം പുതുക്കുന്നു. എന്നിട്ട് അധികം വൈകാതെ തന്നെ അവർ കല്യാണവും കഴിക്കുന്നു. At the end of her story, Jane writes that she has been married for 10 blissful years and that she and Rochester enjoy perfectly equality in their life together. She says that after 2 years of blindness, Rochester regained sight in one eye and was able to behold their first son at his birth. അപ്പം 2 വർഷത്തെ അന്ധതയ്ക്ക് ശേഷം അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച കിട്ടുന്നു. റോച്ചസ്റ്ററിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പയ്യെ കിട്ടാൻ തുടങ്ങും. അങ്ങനെ അവൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടുന്നു. അങ്ങനെ അവരുടെ ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടിയെ എടുക്കാനായിട്ട് അവന് സാധിച്ചു. ഇതാണ് ജെയിൻ എയറിൻ്റെ സമ്മറി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.